കഥ പറയും പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വിശിഷ്ടപ്പെട്ട രണ്ടുപേരാണ്. കാരണം നമ്മളെപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമുക്ക് എന്ത് പ്രയാസമുള്ളപ്പോഴും ദൈവത്തിലോട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ കാണപ്പെട്ട ദൈവം എന്നൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഡോക്ടേഴ്സിനെയാണ്, അല്ലേ? ഡോക്ടേഴ്സിനെയും നമ്മൾ മാലാഖമാരെന്ന് പറയുന്നത് നഴ്സുമാരെയാണ്. കാരണം നമുക്ക് എന്ത് പ്രയാസം വന്നാലും നമ്മൾ ഓടിച്ചെല്ലുന്നത് അവരുടെ അടുത്താണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതും ഒരു ഡോക്ടറും നഴ്സും ആണ്. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാത്തുമ്പോ നാണം കൊണ്ട് നെഞ്ചിൽ താഴം പൂത്തുള്ളി, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കൊഞ്ചി, നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞിനോ. ഡോക്ടർ അലക്സ് ജോർജ്. പേരെന്നായിരുന്നു? നോവ. ഓക്കെ, അപ്പോൾ നോവ സിസ്റ്റർ, ഈ ഒരു ഡോക്ടർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടിയത്? എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? ഞാനിത് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ ആയിട്ടൊന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് ഒരു പാട്ട് പാടാമെന്ന് കരുതി. എന്നാൽ ആ ഒരു ടൈമിൽ എബ്രഹാം ഓസ്ലർ എന്ന പടം ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ ആ ഒരു പടത്തിൽ പൂമാനം എന്ന പാട്ട് ഇറങ്ങിയ ടൈമിൽ അപ്പോൾ പാടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ഡ്യൂട്ടി പാടി. നിങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ, നേരത്തെ. ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്ന ടൈമിൽ. ആ, ഓക്കെ. അപ്പം എങ്ങനെയാണ് അപ്പം നിങ്ങൾ ഒരുമിച്ച് ഈ പാട്ടിലോട്ട്, ഈ പാട്ട് തന്നെ ഇങ്ങനെ വൈറലാകുന്നൊക്കെ വിചാരിച്ചൊക്കെ തുടങ്ങിയതാണോ? ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ICUയിൽ ഒരുമിച്ച് ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഡോക്ടർ പാടുന്നോ ഡോക്ടറിന് ഞാൻ പാടുന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇങ്ങനെ പാസ്സൊക്കെ ഇങ്ങനെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അറിയത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പൂമാനമേ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് പാടാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിനൊരു വലിയ സ്റ്റോറി ഉണ്ട്. എന്താണ് ആ സ്റ്റോറി? അതായത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2019 ഞാൻ നഴ്സിംഗ് പഠിക്കുക. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഞാൻ തിരിച്ച് കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അന്ന് എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഞാനാണ് ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും സമയം. അപ്പം എൻ്റെ ഒരു ടോപ്പ് 10 ഉണ്ടായിരുന്നൊരു പാട്ടാണ് പൂമാനമേ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പം അങ്ങനെ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ 3-4 മാസം എനിക്കൊരു ട്രോമയായിരുന്നു. പിന്നെ ഞാൻ ഈ പാട്ട് കേൾക്കത്തില്ലായിരുന്നു. എനിക്ക് ഞാൻ അന്നിട്ടിരുന്ന ഡ്രസ്സ് എടുത്തില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര എൻ്റെ മാഡവും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് എന്നെ തിരിച്ച് ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഡോക്ടറിന് ഒരു പാട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടറിനെ മെസ്സേജ് ചെയ്തു, നമുക്കെന്നാ ഒരു പാട്ട് കൊളാബറേഷൻ ചെയ്താലോ. അങ്ങനെ ഞങ്ങൾ മെസ്സേജ് അയച്ചു. അങ്ങനെ ഡോക്ടറാണ് പറഞ്ഞത് പൂമാനമേ എന്ന് പറഞ്ഞ പാട്ട്. ഞാൻ സമ്മതിക്കില്ല. ആ ടൈമിൽ ഇറങ്ങിയ ഒരു ടൈമായിരുന്നു എബ്രഹാം ഓസ്ലർ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു വേറെ പാട്ട് പാടാം, ആദ്യമായിട്ട് പാടുന്ന പാട്ട്. സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ് പൂമാനമേ തന്നെ അന്ന് ചൂസ് ചെയ്തത്, അല്ലേ? അങ്ങനെയൊന്നുമില്ല, ലൈക്ക് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പാടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ലാസ്റ്റ് ഡോക്ടറിന് വേണ്ടി വിട്ടുകൊടുത്തു. എന്നാ ശരി, ആദ്യമായിട്ട് ഡോക്ടർ പറഞ്ഞല്ലേ ആദ്യത്തെ പാട്ടല്ലേ, ഇനിയിപ്പോ നമ്മൾ വലിയ അഹങ്കാരം ഒന്നും ഇട്ടിരിക്കണ്ടെന്ന് ഓർത്ത്. അതായത് എനിക്ക് തോന്നുന്നു അന്ന് ആ നമുക്കൊരു നെഗറ്റീവിലോട്ട് കൊണ്ടെത്തിച്ച ആ പാട്ട് ഡോക്ടർ തന്നെ അതിനെ പോസിറ്റീവ് ആക്കി. അവിടെയും ഡോക്ടർ ട്രീറ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാണ്. അപ്പം അന്ന് ഞാൻ ഓർക്കുക, അന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു പാട്ട് തന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും വീണ്ടും അതൊരു നിമിത്തം വരുന്ന ഒരു പാട്ടാണ് ഇപ്പൊ അത്. ഇവിടെ എത്തിച്ചത് തന്നെ ആ ഒരു പാട്ട് കൊണ്ട് തന്നെയാണ്. നമ്മളിലേക്ക് എത്തിയത് ഓസ്ലർ എന്നുള്ള അതിന്റെ ആ ഒരു വേർഷനാണ് നിങ്ങൾ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? അതെ, അതുപോലെ അത് ആ വീണയായ ആ ഭാഗമൊക്കെ ഭയങ്കര രസമായിട്ടാണ് പുതിയ വേർഷനിലും വന്നിട്ട്. വലിയ വ്യത്യാസങ്ങളില്ല എങ്കിലും ആ പാടിയതിൻ്റെ ആ സിംഗറിൻ്റെ ആ ഒരു ടാലൻറ്റ്, ആ ഒരു ഫീലാണ് ഇപ്രാവശ്യം അത് ഭയങ്കര ഹിറ്റാണ്. എന്നാൽ ഇത് പണ്ടേ ഹിറ്റാണ്. നിറക്കൂട്ടെന്ന് പറയുന്ന മൂവിയിലെ പൂവച്ചൽ ഖാദർ സാറിൻ്റെ വരികൾക്ക് ശ്യാം സാർ സംഗീതം ചെയ്ത പാട്ടാണ്. അന്നും അത് ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഇപ്പോഴത്തെ ഒരു ഇപ്പം പുതിയ തലമുറയ്ക്ക്
ഈ പാട്ടുകളെ ഓരോ പുതിയ വേർഷനിൽ എപ്പോഴും പുതുമയോടുകൂടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഇതിങ്ങനെ വൈറലാവും എന്നൊക്കെ വിചാരിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സിസ്റ്ററും ഒരു ഡോക്ടറും. പക്ഷെ ഇപ്പം പാട്ട് പാടുന്ന സിസ്റ്റർ അല്ലേ, പാട്ട് പാടുന്ന ഡോക്ടർ അല്ലേ, ചോദ്യങ്ങൾ വരാറുണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ പേഷ്യൻസ് ഒക്കെ വന്ന് പോകുമ്പോൾ. ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ജോലി സാഹചര്യം ഒക്കെയാണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. നോവ എത്ര വർഷമായി പാടാനൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ പാട്ട് പഠിച്ചു. എന്ത് പറ്റി LKG UKG? അതെനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും അറിയത്തില്ല, കേട്ടാ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചേട്ടന്മാർ വന്നിരിക്കുമ്പം അവർ പാടുന്ന കേട്ട് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ 10th കഴിഞ്ഞ് പിന്നെ കോളേജൊക്കെ ആയി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ചെറുതായിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇപ്പം സോങ്സ് ഒക്കെ വൈറലായപ്പോഴത്തേക്കും കുറച്ചുകൂടെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം വന്നല്ലേ? അങ്ങനെ അല്ല, ആദ്യമായിട്ട് പാടിയിട്ടുള്ള പാട്ടോ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഒരു ഓർമ്മ കിട്ടുന്ന ഏതെങ്കിലും അങ്ങനത്തെ സോങ്സ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ട് ചാഞ്ചാടി ആടി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പം അന്ന് ഈ ട്രാക്കൊന്നും ഇല്ല, കരാക്കി ഒന്നും അവൈലബിൾ ഒന്നും അല്ല. അപ്പം ഈ കരാക്കി ഇട്ടൊക്കെ ഒരു കുഞ്ഞിക്കുട്ടി ഒരു പാടുക എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രിൻസിപ്പളിനും പേടിയായിരുന്നു എന്നെ കയറ്റി വിടാൻ. ഉണ്ടെങ്കിൽ പോലും അത് എവിടെ കിട്ടുമെന്നറിയില്ലായിരിക്കും. എവിടെ എങ്ങനെ കൊച്ചിനെ കയറ്റി വിടും സ്റ്റേജിൽ ഇത്രയും പേരുടെ മുമ്പിൽ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ പ്രിൻസിപ്പൾ പറഞ്ഞില്ല, കുട്ടി പാടും എന്ന് പറഞ്ഞെങ്കിൽ കയറ്റി വിട്ടു. ഞാൻ കയറി പാടി. അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ എന്ത് ധൈര്യത്തിൽ അന്ന് കയറി പാടിയെന്ന്. ഇപ്പൊ പോലും എനിക്ക് ആ ധൈര്യമില്ല ആലോചിക്കും. അപ്പൊ നമുക്ക് ചാഞ്ചാടി ആടി കേട്ടാലോ രണ്ടുപേര്? പിന്നെന്താ. ഈ താരാട്ട് പാട്ടുകളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഏത് ഭാഷയിലുള്ള താരാട്ട് പാട്ട് നമ്മൾ ഒരു കുഞ്ഞിന് പാടിക്കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് ഭാഷയൊന്നുമില്ലല്ലോ, ജനിച്ച് വീഴുമ്പോൾ അവർക്ക് ഒരു ഭാഷ അറിയില്ല. അപ്പം നമ്മൾ മലയാളികൾ മലയാളത്തിൽ പാടിക്കൊടുക്കുമ്പോഴും ആ കുഞ്ഞത് എന്താക്കാണ്, ഉറങ്ങാണ്. കാര്യം അതാണ് മ്യൂസിക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ആകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി എന്താണ് ഒരു മ്യൂസിക്കിൻ്റെ പവർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡിട്ടാണെങ്കിലും ഇപ്പോൾ മ്യൂസിക് ഹീൽസ് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാക്കുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ. അതെ. ഡോക്ടറുടെ ഈ ഒരു ടാലന്റ് ഉണ്ടല്ലോ. ഈ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഒരുപാട് പേര് പാടുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പലരിലൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഈ ഒരു കഴിവും ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ ആവുമ്പം ഇത് രണ്ടിനെയും കൂടെ മെർജ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ യൂസ് ചെയ്യണ്ടോ. ഒരു തവണ ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു കാഷ്വാലിറ്റിയിൽ. ആ കുട്ടി ഒരു ലാസ്റ്ററായിട്ട് വൂണ്ടായിട്ടാണ് വന്നത്. അതിനെ സ്റ്റിച്ച് ഇടണമായിരുന്നു. അപ്പോൾ എല്ലാവരും നോർമലി ഈ സൂചി നീഡിലൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അന്നേരം നമ്മൾ ആദ്യം കിടത്തി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് പാടി. അപ്പോൾ ആ കൊച്ച് കരച്ചിലങ്ങ് നിർത്തി. അത് ശരിക്കും ഉണ്ടായൊരു കഥ തന്നെയാണ്. അപ്പോൾ തന്നെ എനിക്ക് തന്നെ അത്ഭുതം ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ കരുതിയാലേ കുട്ടികൾക്ക് പോലും ആ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത്. അന്ന് ഏത് പാട്ടാ പാടിക്കൊടുത്തേ? ഞാൻ വാവോ വാവേ. ഓ, ഇപ്പം ഈ ഒരു പാട്ട് അല്ലേ അന്ന് ആ കുട്ടിക്ക് പാടിക്കൊടുത്തത്? അല്ല, ഞാൻ ആക്ച്വലി എവിടെയോ ഈ ഇടയ്ക്ക് വായിച്ചതാണ്. നമ്മുടെ ആലിയ ഭട്ടിൻ്റെ, രൺബീർ കപൂറിൻ്റെ ഒക്കെ കുഞ്ഞിന് പാടിക്കൊടുക്കുന്നത് ഉണ്ണി വാവോ എന്നുള്ള പാട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ ഒരു കുഞ്ഞിന് ആവശ്യമില്ല. ആ ഒരു പാട്ടിൻ്റെ ആ കുഞ്ഞ് എത്രത്തോളം ആ പാട്ടിനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാ കുഞ്ഞുങ്ങളും. തെറാപ്പി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ICUയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഇങ്ങനെ പെൺമക്കളൊന്നും ഇല്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അതേക്കടെ ഞാൻ ചുമ്മാ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിലും ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ചുമ്മാ ഒന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്കൊരു ആഗ്രഹമുണ്ട്, രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടിത്തരുമോ? ഞാൻ നാളെ ഡിസ്ചാർജ് ആവുക. അപ്പോൾ ഇനി മോള് നാളെ ഈ ഷിഫ്റ്റിൽ കാണില്ലല്ലോ, മോളൊന്ന് പാടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മച്ചിക്ക് പാടിക്കൊടുത്തു. അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ പേരൊക്കെ ചോദിച്ച് അമ്മച്ചി പറഞ്ഞു, ഇനി ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇടയ്ക്ക് വരാട്ടോ മോളെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി വീട്ടിൽ പോയിന്ന് ഞാൻ ഓർത്തു. പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം മറ്റേ അമ്മച്ചി ഡിസ്ചാർജ് ആയല്ലേ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഇല്ല അമ്മച്ചി പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് അമ്മച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര
വിഷമമായി പോയി. കാരണം അമ്മച്ചി എന്നോട് മോളെ ഞാൻ നാളെ ഡിസ്ചാർജ് ആവുക, ഞാൻ ഇനി ഇടയ്ക്ക് മോളെ കാണാനൊക്കെ വരാമെന്ന് പറഞ്ഞു പോയ അമ്മച്ചി. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എനിക്ക് ഇപ്പോഴും അത് ഓർക്കും വിഷമമാണ്. പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. അല്ല ശരിക്കും ഈ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വശമുണ്ട് ഇതിനകത്ത്. നമ്മുടെ കയ്യിൽ തന്നെ ഒരു തെറാപ്പി ഉണ്ട്, മ്യൂസിക്. അല്ല അതിൻ്റെ അല്ല, കാരണം എത്രയോ എമർജൻസി പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ പലപ്പോഴും ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു എമർജൻസി വാർഡിൽ കയറാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചിലപ്പം വരുന്നു, ആ നിമിഷം നമ്മളെ വിട്ടു പോകുന്നു. ചിലത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമുക്ക് ഒരിക്കലും ഒരാളടുത്തും ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പറ്റാത്ത ഒരു, അല്ലേ, നമ്മളെ തന്നെ തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനെ എല്ലാ രീതിയിലും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെ തീരെ അങ്ങ് തകർക്കാനും പറ്റും. ശരിക്കും ഈ ഒരു മൂഡൊക്കെ നിങ്ങളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതും മാറും. കാരണം അത്രത്തോളം പവറാണ് ഈ മ്യൂസിക്കിനെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരോട് ഒരു ഡുവറ്റ് ഒന്ന് പാടി നമുക്കൊന്ന് കുറച്ചുകൂടെ ഫ്രഷ് ആയാലോ? മൂഡ് നോക്കുമ്പോൾ ഇതൊരു പ്രണയ ഗാനമാണെങ്കിലും ഇതിനും ഒരു താരാട്ടിൻ്റെ ഒരു മൂഡാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന സോങ്സ് എല്ലാം ആ ഒരു മൂഡിലോട്ട് വരുന്നത് നിങ്ങളെ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഹീലിംഗ് പവർ എപ്പോഴും നിങ്ങളുടെ ഓറയിൽ ഉള്ളതാണ്. നമ്മുടെ ഡോക്ടറുടെ ചെറുപ്പകാലം ഞാൻ ചോദിച്ചില്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരോക്കെ ഗാനമേള എന്ന് പറഞ്ഞുള്ളത് നടക്കുന്നതിൽ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊരു അനുഭവമാണ് ശരിക്കും. അത് ആദ്യമായിട്ട് അത്രയും ആൾക്കാരുടെ മുമ്പിൽ പാടുന്ന ഒരു പാട്ടായിരുന്നു. കരളേ നീൻ കൈപിടിച്ച എന്ന പാട്ട്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്. ഇപ്പോഴും അത് വളരെ ഹിറ്റായിട്ട്, ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അന്നത് പാടി എക്സ്പീരിയൻസ്? അന്ന് ആക്ച്വലി അത് ഞാൻ പാടി, പല്ലവി പാടി, അനുപല്ലവി ആയ ടൈമിൽ ഞാൻ ആക്ച്വലി ആ ലിറിക്സ് അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ നേരെ നോക്കിയപ്പോൾ കുറേ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പപ്പയാണെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പപ്പേനെ വിളിച്ചു. അപ്പം നിങ്ങളുടെ വന്നേ, സ്റ്റേജിൽ നിന്നോട് വിളിച്ചു. അന്ന് കൊച്ചാണല്ലോ. അന്ന് പിന്നെ പപ്പ അന്നേരം പെട്ടെന്ന് കയറി വന്നു. എന്നിട്ട് ചോദിച്ചു എന്താണ് പറ്റിയത്? ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ലിറിക്സ് മറന്നുപോയി. എടാ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തെടുക്കടാ. അല്ലല്ല, പപ്പ താഴോട്ട് ഇറങ്ങി വന്നു. ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഞാനിങ്ങനെ കുഞ്ഞെന്നാണ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഓർത്തോക്കൂടാന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഓർത്തു. അപ്പൊ എന്താണെങ്കിലും ഇന്നിവിടെ ഒരു തെറ്റും ഇല്ലാണ്ട് ലിറിക്സ് ഒന്നും മറന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ അച്ഛനില്ല. അതെല്ലാം ഒരു സ്പെഷ്യൽ ഫീലാണ് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പോൾ അലക്സ് വർക്ക് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റൽ. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ഇനി ഒരുമിച്ച് പാടാൻ എന്ന് വരും നീ തിരികെ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. എന്താണേലും നിങ്ങളുടെ ആ ഒരു കോംബോ നല്ല ഫീലാണ്. എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ആ ഒരു വോയിസ് ഭയങ്കര രസമുണ്ട് ഒരുമിച്ച്. അപ്പോൾ നിങ്ങളുടെ വളരെ തിരക്കേറിയ സമയമാണ്, ജോലി തിരക്കുകളുണ്ട്. എല്ലാ സോങ്സും ശരിക്കും ഭയങ്കര മാനസികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു സൂത്തിങ്, ഒരു പോസിറ്റീവ്, എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്ന പാട്ടുകളായിരുന്നു. നമ്മുടെ മലയാളി പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടുകളായിരുന്നു. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചായിരിക്കുമല്ലോ ഞാനും പറഞ്ഞത്. എന്തായാലും ഇതേപോലെ ഓരോരുത്തരുടെയും ഓരോ പാട്ടുകാരുടെയും, അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പാട്ടുണ്ടോ അവർക്ക് ഒരിക്കലും പാടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പാട്ടും കഥകളും ഒക്കെ ആയിട്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.